ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഭയങ്കര പെരുമഴക്കാലമൊക്കെ അല്ലേ. പെരുമഴക്കാലം ആകുമ്പോൾ റിസോർട്ടിൽ പോകുന്നതും ഒക്കെ കുറച്ച് നിർത്തി വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എങ്കിലും ഞാൻ ലാസ്റ്റ് 2 റിസോർട്ടിൽ പോയത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മനോഹാരിത നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ പെറ്റ്സിനെ ഒന്ന് പരിചയപ്പെടുത്താൻ. ഇത് പാബ്ലോ, ഇവരാണ് പാബ്ലോ. ഇപ്പൊ തൊട്ട് മുമ്പ് കണ്ടതാണ് സോയി. അവള് പിന്നെ ഒരു ഡോൺ കെയർ ടൈപ്പാണ്. അപ്പൊ നമ്മള് വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ കുറച്ച് ടൈമൊക്കെ പോയിക്കോട്ടെ. ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ എന്റെ മഴക്കാലം കഴിച്ചു കൂട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ഓടി വരും, ഇവരുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യും. ഇവന് മുന്നേ ഞങ്ങൾക്ക് വേറൊരു പാബ്ലോ ഉണ്ടായിരുന്നു. അവനും പാബ്ലോ എന്നാണ്. ഇത് രാജപാളയം എന്ന് പറയുന്ന ബ്രീഡാണ്, അറിയായിരിക്കുമല്ലോ. മറ്റേത് ഒരു ബെൽജിയം മെലിനോസിന്റെ ഒരു ക്രോസ് ആയിരുന്നു, പ്യുവർ ബ്രീഡൊന്നുമല്ല. പക്ഷെ ഒരു അപാര ബുദ്ധിയുള്ള ഒരു നായയായിരുന്നു അത്. അതിന് പാബ്ലോ തന്നെയാണ് പേര്. അവൻ ഒരു പെട്ടെന്ന് ഒരു ദിവസം പോയി. ഞാനും എൻ്റെ അനിയനൊക്കെ പുറത്താണ്. പിന്നെ ഇവിടെ അച്ഛനും അമ്മയുടെ അടുത്ത് ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടാകണം, അതായിരിക്കും അവൻ പോയത്. പക്ഷെ എന്നാലും ഇവിടെയുള്ളവരെല്ലാവരും അവനെ ഭയങ്കര സ്നേഹത്തോടെ വളർത്തിയതാണ്. അവൻ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരയാത്ത സ്ഥലമില്ല, കുറെ നാള് കാത്തിരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് വേറൊരു പട്ടീനെ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഇവൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്. പക്ഷെ ഇവനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇപ്പോഴാണെങ്കിലും ചില സമയത്ത് ആ പഴയ ഞങ്ങളുടെ പാബ്ലോന്റെ ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര സങ്കടമാവും. ആക്ച്വലി ഞാൻ ആദ്യം ഈ പെറ്റ്സിനോടൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. എൻ്റെ ബ്രദറായിരുന്നു ഭയങ്കര ഇഷ്ടം. അവനാണ് ഇതിന്റെ ഫുൾ ടൈം ആള്. അപ്പൊ എനിക്ക് ആദ്യം ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നീട് ചിലപ്പോ നമ്മുടെ ജോലിയുടെ സ്ട്രെസ് ആകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പിന്നീട് ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ ഒരു തരത്തിലുള്ള ക്രിറ്റിസിസമും ഇല്ല, നമ്മളെ കുറ്റം പറയും ഇല്ല, നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. അതായത് ആക്ച്വലി നമ്മളിപ്പോ കുറേ എന്താ പറയാ, ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ. ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതായത് ഒരു ഫ്രണ്ട് സർക്കിളിൽ മാത്രം ഇരിക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് പെറ്റ്സ് ആണ്. പിന്നെ എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഫേവറേറ്റ് ആളാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ കൂടെ എത്ര ടൈം വേണമെങ്കിലും എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ഒരു ടൈപ്പ് ആളാണ്. ഞാൻ പറഞ്ഞ മറ്റേ പഴയ പാബ്ലോ, അവനും ഇതേ സെയിം കളറായിരുന്നു. അപ്പൊ ഇപ്പോഴും ഞാൻ ടൗണിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അതുപോലത്തെയുള്ള നായ്ക്കളെ കാണുന്നുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ അവൻ എവിടെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നലായിരുന്നു. അതിനുശേഷം ഈ അടുത്ത് അവൻ പോയതിന് ശേഷം ഈ അടുത്ത് ഏതൊരു പട്ടി എവിടെയോ ചത്ത് കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ന്യൂസൊക്കെ കേട്ടു. പക്ഷെ ഞങ്ങൾ ആരും പോയിട്ടില്ല. കാരണം അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ സൈലന്റ് ആയിപ്പോയി. ഓൾമോസ്റ്റ് ഒരു മന്ത് അവരൊന്നും മിണ്ടാതെ ആയിപ്പോയി. പിന്നെ ഇവൻ വന്നപ്പോഴാണ് എല്ലാം ശരിയായത്. യാത്രകൾ ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടാവും, ആരെങ്കിലും ഉണ്ടാകുമോ? പക്ഷെ എനിക്കെന്നാ യാത്രകൾ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ശരിക്കും ഞാൻ ഈ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാ യാത്രകൾ ഇഷ്ടമല്ലാതിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ വയനാട്ടിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1 hour, 1.5 hour, 2 hours, 2.5 hours മാക്സിമം ഒക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന നല്ല റിസോർട്ട്സിലൊക്കെ ഞാൻ പോകുന്ന. അതിനപ്പുറത്തേക്കുള്ള എനിക്ക് പൊതുവെ യാത്രകൾ, എനിക്ക് എന്തോ ഒരു ട്രാവലിംഗ് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. സ്ഥലങ്ങൾ കാണുന്നതൊക്കെ ഇഷ്ടമാണ്, ട്രാവലിംഗ് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. പിന്നെ അടുത്ത് സ്പെഷ്യലി ഒരു വയനാട് എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് എത്ര കണ്ടാലും എത്ര പോയാലും മതിയാകാത്തൊരു സ്ഥലമാണ് വയനാട്. എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു റിസോർട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ഇത് എൻ്റെ നാട് തന്നെയാണോ എന്ന് തോന്നും. അപ്പൊ എനിക്ക് എന്താ പറയാ, എൻ്റെ ഫേവറേറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വയനാട്ടിലെ റിസോർട്ട്സിൽ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ വീഡിയോസ് കൂടുതലും ചെയ്യുന്നത്. വേറെ സ്ഥലങ്ങളിൽ ചിലപ്പോൾ എനിക്ക് കാണണമെന്നൊക്കെ തോന്നും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ക്രൂസ് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് സ്ഥലങ്ങള്. പക്ഷെ എനിക്ക് എത്ര ഞാൻ എവിടെ പോയാലും എനിക്ക് എൻ്റെ നാടാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഇതാണ് എൻ്റെ പാബ്ലോ. ഇപ്പൊ കഥകളൊക്കെ കേട്ടില്ലേ എല്ലാവരും. സോ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുകയൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ അടുത്ത ദിവസങ്ങളിൽ നല്ല റിസോർട്ട്സ്, വയനാട്ടിലെ നല്ല സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ മഴയൊന്ന് ഇച്ചിരിയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ അത് പറഞ്ഞപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നമ്മുടെ വയനാട് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ലാൻഡ് സ്ലൈഡ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ലോകം മുഴുവൻ അറിഞ്ഞൊരു കാര്യമായിരിക്കും. അപ്പോൾ അവിടെ ഞാൻ പോയിരുന്നെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
ബട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എനിക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല എന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് മോർ ഓവർ ദാറ്റ് അവിടെ സമ്മതിക്കില്ല. അവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ കണ്ട കാഴ്ചകൾ എന്താണെന്ന്, അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ഒരു വീഡിയോ, ഡീറ്റെയിൽ അല്ല, ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ പഴയ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുക. ഓൾറൈറ്റ്, താങ്ക് യു.